വനമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരളം, തമിഴ്നാട്, കർണാടക വനമന്ത്രിമാരുടെ യോഗം ബംഗളൂരുവിൽ ചേരും. അടുത്ത മാസം 3-4 തീയതികളിലാണ് യോഗം ചേരുക. കർണാടക വനമന്ത്രിയാണ് യോഗത്തിന് ക്ഷണിച്ചത്. മന്ത്രി എ.കെ. ശശീന്ദ്രൻ യോഗത്തിൽ പങ്കെടുക്കും. ദീപക് ധർമ്മടം നൽകും കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങൾ. ദീപക്, ഈ ആണത്താരകൾ നിർമ്മിക്കുമെന്ന് നേരത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി വ്യക്തമാക്കിയതാണ്. അത് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ വനമേഖലയിൽ അത്തരം ആനത്താരകൾ ഉണ്ടാക്കും. മറ്റെന്തെങ്കിലും പോംവഴികൾ ഈ വന്യമൃഗ ആക്രമണം ചെറുക്കാൻ അത് സാധ്യമാകുമോ എന്നതൊക്കെ ഈ യോഗത്തിൽ ചർച്ചയാകില്ലേ? പ്രജിനിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അന്തർ സംസ്ഥാന വനം മന്ത്രിമാരുടെ വനപരിപാലനം സംബന്ധിച്ച ഒരു നയരൂപീകരണത്തിന് വേണ്ടിയാണ് ഈ യോഗം ചേരുന്നത്. ഇതിൽ നിർണായകമായ പ്രശ്നം കേരളം അനുഭവിക്കുന്നത് കർണാടകത്തിൽ നിന്നുള്ള ആനകളുടെ കൂട്ടമായ വരവ്, അത് ജനവാസ മേഖലയിലേക്ക് എത്തുന്നു. വലിയ രീതിയിൽ ആക്രമണങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. മാത്രമല്ല ചില വിവരങ്ങൾ അപ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിവര കൈമാറ്റത്തിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് കേരളം ഇങ്ങനെ ഒരു യോഗം വേണമെന്ന ആവശ്യം കേരള സർക്കാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേരളവും കർണാടകവും തമിഴ്നാടും വനം മന്ത്രിമാരുടെ യോഗമാണ്. ബംഗളൂരുവിലാണ് യോഗം ചേരുക. മാർച്ച് 3-4 തീയതികളിൽ യോഗം ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കർണാടക വനം മന്ത്രിയാണ് ഈ യോഗം ഹോസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹമാണിത് ഏകോപിപ്പിക്കുന്നത്. അദ്ദേഹം കേരള വനം മന്ത്രി എ.കെ. ശശീന്ദ്രനെ വിളിക്കുകയും അദ്ദേഹം യോഗത്തിൽ പങ്കെടുക്കാമെന്ന സമ്മതം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വന്യജീവി മനുഷ്യ സംഘർഷ ലഘൂകരണം അതുതന്നെയാണ് പ്രധാനമായ അജണ്ട. ഇതിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഈ കോളർ ID ഘടിപ്പിച്ച ആനകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വന്യജീവികളുടെ വിവരങ്ങൾ അപ്പോൾ ഈ അതിർത്തി സംസ്ഥാനങ്ങൾക്കെല്ലാം സർവർ ഡാറ്റ നൽകിക്കൊണ്ട് തന്നെ തത്സമയ വിവരങ്ങൾ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെന്നുള്ളതാണ് കേരളം മുന്നോട്ട് വെച്ചത്. ഏതായാലും കേരളത്തിൻ്റെ വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടമായി മാറും. കാരണം കേരളം ആവശ്യപ്പെട്ട ഒരു അന്തർ സംസ്ഥാന യോഗമാണ് ഇപ്പോൾ വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാർച്ച് 3-4 തീയതികളിലായിരിക്കും യോഗം നടക്കുക. പ്രജിൻ, ദീപക് ധർമ്മമാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും.